JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മളൊരു മോഡൽ എക്സാം ആണ് ചെയ്തു നോക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സുകൾ വെച്ച് ഒരു മോഡൽ എക്സാം ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മോഡൽ എക്സാം ഒന്ന് ചെയ്തു നോക്കിയാൽ അറിയാം ഓരോരുത്തരുടെയും പഠന നിലവാരം എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കാസീൻ ആണല്ലേ, കാസീൻ. പാലിലെ മൊത്തം പ്രോട്ടീന്റെ ഏകദേശം 80% കാസിനാണ്. ഇത് കാൽസ്യവുമായി ചേർന്ന് മൈസെല്ലി രൂപത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ പാലിലെ മൊത്തം പ്രോട്ടീന്റെ ഏകദേശം എത്ര ശതമാനമാണ്? 80% കാസിനാണ്. അപ്പോൾ പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാസീൻ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ ലാക്ടോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? പാലിലെ ലാക്ടോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നു അല്ലെ. പാലിലെ ലാക്ടോസ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ലാക്ടോസ് ഒരു ഡിസാക്കറൈഡ് ആണ്. അതായത് ഗ്ലൂക്കോസ് പ്ലസ് ഗാലാക്ടോസ് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നത് കാരണം? പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നത് കാരണം എന്താണ്? പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നുള്ള കാരണം 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കാസീൻ മൈസെൽസ് ആണ്. അതായത് കാസീൻ മൈസെൽസും കൊഴുപ്പും ഗ്ലോബ്യൂളുകളും പ്രകാശം ചിതറിക്കിടക്കുന്നതിലാണ് പാല് വെളുത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ പാല് വെളുത്ത നിറമുള്ളതായി കാണപ്പെടുന്നതിന് കാരണം ഏതാണ്? കാസീൻ മൈസെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ തിളപ്പിക്കുന്നത് ഏത് രോഗാണുക്കളെ നശിപ്പിക്കാനാണ്? പാല് തിളപ്പിക്കുന്നത് ഏത് രോഗാണുക്കളെ നശിപ്പിക്കാനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പാത്താജനിക് ബാക്ടീരിയ. പാൽ തിളപ്പിക്കുന്നത് പാത്താജനിക് ബാക്ടീരിയയെ എന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. തിളപ്പിക്കൽ രോഗകാരക ബാക്ടീരിയയെ നശിപ്പിക്കുകയും എന്നാൽ എല്ലാ സ്പോർസുകളും നശിക്കണമെന്നും ഇല്ല. അപ്പോൾ പാൽ തിളപ്പിക്കുന്നത് പാത്താജനിക് ബാക്ടീരിയ എന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പാസ്ചറൈസേഷൻ എന്നത് എന്താണ്? എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് പാസ്ചറൈസേഷൻ എന്ന്. എന്നാൽ അത് എന്താണ് എന്ന് പലർക്കും അറിയാൻ പാടില്ല. എന്താണ് പാസ്ചറൈസേഷൻ എന്നാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? നിശ്ചിത താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുക. അതാണ് പാസ്ചറൈസേഷൻ എന്നത്. അപ്പോൾ പാസ്ചറൈസേഷൻ രോഗാണുക്കളെ നശിപ്പിക്കുകയും പാലിന്റെ ഗുണനിലവാരം നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുക. അതാണ് പാസ്ചറൈസേഷൻ എന്നത്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. HTST പാസ്ചറൈസേഷന്റെ ശരിയായ താപനില സമയം? HTST പാസ്ചറൈസേഷന്റെ ശരിയായ താപനില സമയം എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. അപ്പോൾ HTST എന്താണത്? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണ് HTST. അത് 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് താപനില സമയം. അടുത്ത ക്വസ്റ്റ്യൻ. UHT പാൽ എത്ര കാലം സൂക്ഷിക്കാം? UHT പാല് എത്ര കാലം സൂക്ഷിക്കാം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, 1 അല്ല 2 മാസം തുറക്കാതെ. UHT പാൽ എത്ര കാലം സൂക്ഷിക്കാം? 1-2 മാസം
തുറക്കാതെ. UHT പാലില് എല്ലാ രോഗാണുക്കളും നശിപ്പിക്കപ്പെടുന്നതിനാൽ ദീർഘകാലം അത് സൂക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? എല്ലാവർക്കും തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എല്ലാവരും തൈരൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ ചില ഭക്ഷണം കഴിക്കുമ്പോൾ തൈര് കൂട്ടാറുണ്ട്. പക്ഷേ തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ് എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ട് കാണുകയില്ല. അപ്പോൾ തൈര് ഉണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്ടോ ബാസിലസ് ബൾഗറൈക്കസ് ആണ് ഈ പാലിൽ തൈരുണ്ടാകാൻ സഹായിക്കുന്ന ബാക്ടീരിയ. ലാക്ടോബാസിലസ് ബൾഗറിക്കസയും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ചേർന്നാണ് തൈര് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്ന ആസിഡ്. തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്ന ആസിഡ് ഏത് ആസിഡാണ് തൈര് പുളിപ്പിക്കുന്നതിൽ രൂപപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്റ്റിക് ആസിഡ് ആണ് രൂപപ്പെടുന്നത്. ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആയി മാറ്റപ്പെടുന്നു. ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആയി മാറ്റപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? വെണ്ണ ഉണ്ടാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ചേണിങ് ആണ് അല്ലെ. വെണ്ണ ഉണ്ടാവുന്നത് ഏതാണ്? ചേണിങ് പ്രക്രിയയിലൂടെയാണ്. ക്രീമിനെ ശക്തമായി ഇളക്കുന്നതാണ് ചേണിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നെയ്യിലെ പ്രധാന ഘടകം. എല്ലാവർക്കും നെയ്യ് അറിയാം. നമ്മൾ എല്ലാവരും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. ഭക്ഷണ എന്താണ് പരിപ്പിന്റെ കൂടെയൊക്കെ നെയ്യ് ചേർത്ത് സദ്യക്കൊക്കെ കഴിക്കാറുണ്ട് അല്ലേ എല്ലാവരും. അപ്പോൾ ഈ നെയ്യിലെ പ്രധാന ഘടകം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പാണല്ലേ. നെയ്യിലെ പ്രധാന ഘടകം കൊഴുപ്പാണ്. നെയ്യിൽ ഏകദേശം 99% കൊഴുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്കിൻഡ് മിൽക്കില് കുറവായുള്ള ഘടകം ഏതാണെന്നാണ് ചോദിച്ചത്. സ്കിൻഡ് മിൽക്കില് കുറവായുള്ള ഘടകം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പാണല്ലേ. കൊഴുപ്പാണ്. സ്കിൻഡ് മിൽക്കിലെ കൊഴുപ്പ് നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ കുറവുള്ള ഘടകം ഏതാണ്? സ്കിൻഡ് മിൽക്കില് കൊഴുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം. ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, റെന്നിൻ ആണ്. റെന്നിൻ കാസിനിനെ കട്ട പിടിപ്പിക്കുന്നു. റെന്നിന് കാസിനിനെ കട്ട പിടിപ്പിക്കുന്നു. അപ്പോൾ ചീസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെന്നിൻ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ കൂടുതലായി കാണപ്പെടുന്ന ഖനിജം. പാലില് കൂടുതലായി കാണപ്പെടുന്ന ഖനിജം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലില് കൂടുതലായി കാണപ്പെടുന്ന ഖനിജം ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കാൽസ്യം ആണല്ലേ. പാലിൽ കൂടുതലായി കാണപ്പെടുന്ന ഖനിജം ഏതാണ്? കാൽസ്യം. കാൽസ്യം അസ്ഥികളും പല്ലുകളും ഒക്കെ ശക്തമാക്കുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ പുളിച്ചു പോകുന്നത് ഏത് കാരണം? പാല് പുളിച്ചു പോകുന്ന ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ബാക്ടീരിയ കാരണമാണ് അല്ലേ. പാല് പുളിച്ചു പോകുന്നത് ബാക്ടീരിയ കാരണമാണ്. ബാക്ടീരിയ ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആയി മാറ്റുന്നു. അങ്ങനെ അത് പുളിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം. ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം എന്താണ്? 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൊഴുപ്പ് ഒരുപോലെ വിതരണം ചെയ്യും. ഹോമോജനൈസേഷൻ ചെയ്ത പാലിന്റെ ഗുണം എന്താണ്? കൊഴുപ്പ് ഒരുപോലെ വിതരണം ചെയ്യും. ഹോമോജനൈസേഷൻ കൊഴുപ്പ് ഗ്ലോബ്യൂളുകളുടെ വലിപ്പം കുറയ്ക്കുന്നു. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയില് ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പ്രധാന സംഭാവന ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയില് ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പ്രധാന സംഭാവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗ്രാമീണ തൊഴിലവസരങ്ങൾ
സൃഷ്ടിക്കല്, ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കല്. ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ കർഷകർക്ക് സ്ഥിരമായ വരുമാനവും തൊഴിലും നൽകുന്നതിലൂടെ ഗ്രാമീണ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് എങ്ങനെ സഹായിക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് എങ്ങനെ സഹായിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. സ്ഥിരമായ പാൽ വാങ്ങൽ ഉറപ്പാക്കി. അതായത് ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ ദാരിദ്ര്യം എങ്ങനെ കുറയ്ക്കുന്നു? സ്ഥിരമായ പാൽ വാങ്ങൽ ഉറപ്പാക്കി. പാൽ സംഭരണം ഉറപ്പാക്കുന്നതിലൂടെ കർഷകർക്ക് ദിവസേന വരുമാനം ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്താണ്? സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്താണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സ്ത്രീകൾക്ക് അംഗത്വവും വരുമാനവും നൽകുന്നു. മിക്ക ക്ഷീര സംഘങ്ങളിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തമുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തില് ക്ഷീര സഹകരണ സംഘങ്ങളുടെ പങ്ക് എന്താണ്? സ്ത്രീകൾക്ക് അംഗത്വവും വരുമാനവും നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കാരണമാകുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കാരണമാകുന്നു? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. സ്ഥിര വരുമാനം, തൊഴിൽ, സാമൂഹ്യ സുരക്ഷ എന്നിവ ജീവിത നിലവാരം ഉയർത്തുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ എന്താണ്? ഏത് സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനാണ് കാരണമാവുന്നത്? ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. കർഷക സൗഹൃദ നയങ്ങള്, കർഷകർക്ക് അനുകൂലമായ വില നിർണയം, സേവനങ്ങൾ എന്നിവയാണ് ശക്തി. അപ്പോൾ കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഘടകം ഏതാണ്? കർഷക സൗഹൃദ നയങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്ത്? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്ത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സ്വയം തൊഴിൽ അവസരങ്ങള്, അതായത് പശുപാലനം, തീറ്റ വിതരണങ്ങള് തുടങ്ങിയവ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ യുവാക്കൾക്ക് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? സ്വയം തൊഴിൽ അവസരങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്ന വിധം ഏത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്ന വിധം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദിവസേന പാൽ വില നൽകി. ദിവസേന പാൽ വില നൽകി അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ പണപ്രവാഹം വർദ്ധിപ്പിക്കാൻ ക്ഷീര സഹകരണങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ദിനംപ്രതി ലഭിക്കുന്ന വരുമാനം ഗ്രാമീണ വിപണി സജീവമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നൽകുന്ന സഹായം ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നൽകുന്ന സഹായം ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വരുമാന ഉറപ്പ്, അതായത് പാൽ ശേഖരണവും വിലയും ഉറപ്പാക്കുന്നത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് വികസന ആശയത്തോടാണ് ബന്ധപ്പെട്ടത്?
ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഏത് വികസന ആശയത്തോടാണ് ബന്ധപ്പെട്ടത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സുസ്ഥിര വികസനം. അതായത് ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിൽ സുസ്ഥിര വികസനം ആശയത്തോടാണ് ബന്ധപ്പെട്ടത്. പരിസ്ഥിതി സൗഹൃദവും വരുമാനം ഉറപ്പുള്ളതുമായ വികസനമാണ് ഇത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദവും വരുമാനം ഉറപ്പുള്ളതുമായ വികസനമാണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണങ്ങളുടെ മൊത്തത്തിലുള്ള ഫലം എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണങ്ങളുടെ മൊത്തത്തിലുള്ള ഫലം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സാമ്പത്തിക സ്ഥിരത. അതായത് സ്ഥിര വരുമാനം, തൊഴില്, സാമൂഹ്യ സുരക്ഷ എന്നിവ ചേർന്ന് സാമ്പത്തിക സ്ഥിരത നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പശുപാലനം ഒരു ഉപവരുമാനമാക്കി. അപ്പോൾ ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വൈവിധ്യം പശുപാലനം ഒരു ഉപവരുമാനമാക്കി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കൃഷിയോടൊപ്പം പശുപാലനം നടത്താൻ അവസരം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ കുടുംബങ്ങളുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്ത്? ഗ്രാമീണ കുടുംബങ്ങളുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ക്ഷീര സഹകരണങ്ങളുടെ പങ്ക് എന്ത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, പോഷകാഹാരം ലഭ്യമാക്കി. പാൽ ഉൽപ്പന്നങ്ങൾ വഴി പോഷക സുരക്ഷ ഉറപ്പാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണങ്ങള് ഗ്രാമീണ മേഖലയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതെങ്ങനെ? ക്ഷീര സഹകരണങ്ങള് ഗ്രാമീണ മേഖലയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതെങ്ങനെ? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഗ്രാമീണ തൊഴിൽ ഉറപ്പാക്കി. ഗ്രാമത്തിൽ തന്നെ സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതിനാൽ കുടിയേറ്റം കുറയുന്നു. അപ്പോൾ ക്ഷീര സഹകരണങ്ങൾ ഗ്രാമീണ മേഖലയിൽ കുടിയേറ്റം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഗ്രാമീണ തൊഴിലൊക്കെ ഉറപ്പാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ വിപണിയെ എങ്ങനെ സജീവമാക്കുന്നു? ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ ഗ്രാമീണ വിപണിയെ എങ്ങനെ സജീവമാക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പണപ്രവാഹം വർദ്ധിപ്പിച്ച് അത് ഗ്രാമീണ വിപണിയെ സജീവമാക്കുന്നു. ദിവസേന ലഭിക്കുന്ന പാൽവില ഗ്രാമീണ വിപണി ചലിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ക്ഷീര സഹകരണങ്ങൾ ഏത് സാമൂഹ്യ നീതി ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിലെ ക്ഷീര സഹകരണങ്ങൾ ഏത് സാമൂഹ്യ നീതി ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സമവായ വികസനം. അതായത് ചെറുകിട കർഷകർക്ക് തുല്യ അവസരം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് ആദ്യം എഴുതേണ്ടത് ഏത്? നമ്മൾ ഒരു ഔദ്യോഗികമായ കത്ത് എഴുതുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പലപ്പോഴും പലർക്കും അറിയാൻ പാടില്ല ഏതാണ് ആദ്യം എഴുതേണ്ടതെന്ന്. ഇതിനകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? തീയതിയാണല്ലേ. ഔദ്യോഗിക കത്തില് ഏറ്റവും ആദ്യം എഴുതേണ്ടത് തീയതിയാണ്. ഔദ്യോഗിക കത്തിൽ മുകളിൽ തീയതി രേഖപ്പെടുത്തുന്നത് നിർബന്ധമാണ്. തീയതി ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരിക്ക് എഴുതുന്ന കത്തിൽ ഉപയോഗിക്കേണ്ട ഭാഷാ ശൈലി ഏത്? നമ്മൾ ഇപ്പോൾ ഒരു മേലധികാരിക്ക് കത്തെഴുതുന്ന അവസരത്തിൽ പലപ്പോഴും മേലധികാരിക്ക് കത്തെഴുതേണ്ട അവസരം ഉണ്ടാവാം. അപ്പോൾ ഈ സമയത്ത് എഴുതുന്ന കത്തിൽ ഉപയോഗിക്കേണ്ട ഭാഷാ ശൈലി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? വിനീതവും ഔദ്യോഗികവുമായ ഭാഷാ ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഔദ്യോഗിക കത്തിൽ എപ്പോഴും വിനീതവും മാന്യവുമായ ഭാഷയിൽ ആയിരിക്കണം എഴുതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആർക്കാണ് കത്തെഴുതുന്നത്?
മേലധികാരിക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ വിനീതവും ഔദ്യോഗികവുമായ ഭാഷാ ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിലെ വിഷയം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്ത്? നമ്മളിപ്പോൾ ഔദ്യോഗികമായ കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? കത്തിന്റെ ഉദ്ദേശം ചുരുക്കി പറയാൻ. ഇപ്പോൾ നമ്മൾ ഒരു ഔദ്യോഗികമായ കത്ത് എഴുതുന്ന അവസരത്തിൽ അതിന്റെ വിഷയത്തെ സംബന്ധിച്ച് അത് ചുരുക്കി എഴുതുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിഷയം വായിച്ചാൽ തന്നെ കത്തിന്റെ ആവശ്യം മനസ്സിലാക്കണം. അതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ കത്തിന്റെ ഉദ്ദേശം ചുരുക്കി പറയാനാണ് ഔദ്യോഗിക കത്തിലെ വിഷയം എഴുതുന്നതിന്റെ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയില് ഏത് ഔദ്യോഗിക പദപ്രയോഗമാണ്? താഴെ കൊടുത്തവയില് ഏത് ഔദ്യോഗിക പദപ്രയോഗമാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏത് ഔദ്യോഗിക പദപ്രയോഗമാണ്? വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നുള്ള അല്ലേ. അഭ്യർത്ഥിക്കുന്നു പോലുള്ള പദങ്ങൾ ഔദ്യോഗികമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിൽ ഒഴിവാക്കേണ്ടത് ഏത്? നമ്മള് ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ ഏതാണ് ശരിക്കും ഒഴിവാക്കേണ്ടത്? ഈ 4 ഓപ്ഷനകത്ത് ഏതാണ്? വികാര പ്രകടനമാണ് അല്ലേ. നമ്മളിപ്പോൾ ഔദ്യോഗിക കത്ത് എഴുതുന്ന അവസരത്തിൽ നമ്മൾ വികാര പ്രകടനങ്ങളൊന്നും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. എന്താണോ കാര്യം അത് വ്യക്തമായിട്ട് ബോധിപ്പിക്കുക, അതിനുശേഷം കത്ത് ചുരുക്കുക. അപ്പോൾ ഔദ്യോഗിക കത്തിൽ വ്യക്തിപരമായ വികാരങ്ങളൊക്കെ ഒഴിവാക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അവധി അപേക്ഷയിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? അവധി അപേക്ഷയിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? അവധി ആവശ്യമായ തീയതികൾ. ഇപ്പോൾ ഏത് തീയതി മുതൽ ഏത് തീയതി വരെയാണ് അവധി ആവശ്യമുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അവധി അപേക്ഷയിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തീയതി എന്ന് പറയുന്നത്. അവധി ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വ്യക്തമാക്കണം. ആ തീയതി കൃത്യമായിട്ട് തന്നെ അവധി അപേക്ഷയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിന്റെ സമാപന ഭാഗത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാചകം ഏത്? ഇപ്പോൾ ഔദ്യോഗിക കത്തിടപാടുകളൊക്കെ നടത്തുന്ന അവസരത്തിൽ പലപ്പോഴും പല അവസരങ്ങളിലും നമുക്ക് ഔദ്യോഗിക കത്തിടപാടുകളൊക്കെ നടത്തേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഔദ്യോഗിക കത്തിടപാടുകളൊക്കെ നടത്തുന്ന അവസരത്തിൽ അതിന്റെ സമാപന ഭാഗത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാചകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ആദരപൂർവം. അതായത് ആദരപൂർവം എന്നത് ഔദ്യോഗിക സമാപന വാചകമാണ്. അത് കൃത്യമായിട്ട് കത്തിന്റെ സമാപന ഭാഗത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അത് ഔദ്യോഗിക കത്തിന്റെ സമാപന ഭാഗത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാചകമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ അഭിവാദ്യ രൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഈ ശരിയായ അഭിവാദ്യ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മാന്യനായ സാർ, അതായത് മാന്യയായ ഇതൊക്കെ എന്താണ്? ഔദ്യോഗിക അഭിവാദ്യമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിൽ ഒപ്പിടുന്നത് എന്തിനാണ്? സാധാരണഗതിയിൽ ഔദ്യോഗികമായ കത്തിലൊക്കെ നമ്മൾ ഒപ്പിടുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ പലർക്കും അറിയാൻ പാടില്ല അത് എന്തിനാണ് ഒപ്പിടുന്നത് എന്നുള്ളത്. അത് എന്തിനാണ് ഒപ്പിടുന്നത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഉത്തരവാദിത്വം സ്ഥിരീകരിക്കാനാണ് അല്ലേ. ഉത്തരവാദിത്വം സ്ഥിരീകരിക്കാൻ. ഒപ്പ് കത്തിന്റെ ഔദ്യോഗികത ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കത്തിൽ ഒപ്പിടുന്നത് അത് എന്തിനാണ്? ഉത്തരവാദിത്വം സ്ഥിരീകരിക്കാനാണ് അല്ലേ. അപ്പോൾ ഒപ്പ് കത്തിന്റെ ഔദ്യോഗികത ഉറപ്പാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഏത് ഔദ്യോഗിക ആവശ്യത്തിനുള്ള കത്താണ്? താഴെ 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഔദ്യോഗിക ആവശ്യത്തിനുള്ള കത്ത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അവധി അപേക്ഷയാണ്. അവധി അപേക്ഷ ഒരു ഔദ്യോഗിക ആവശ്യത്തിനുള്ള കത്താണ് അല്ലേ. അവധി അപേക്ഷ ഔദ്യോഗിക കത്തിന്റെ ഭാഗമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന പ്രയോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന പ്രയോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഔദ്യോഗിക വിഭാഗത്തിൽ
പെടുന്നു അല്ലെ. അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന പ്രയോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഔദ്യോഗിക വിഭാഗത്തിൽ പെടുന്നു. ഇത് ഔദ്യോഗിക അഭ്യർത്ഥനാ ഭാഷയാണ്. എന്താണ്? ഔദ്യോഗിക അഭ്യർത്ഥനാ ഭാഷയാണ് ഏത്? അപേക്ഷിക്കുന്നു എന്നുള്ളത് അല്ലെ. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഔദ്യോഗിക വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് പാരഗ്രാഫുകൾ എങ്ങനെയായിരിക്കണം? നമ്മളിപ്പോൾ ഒരു ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന്റെ പാരഗ്രാഫുകൾ എങ്ങനെയായിരിക്കണം? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കണമെന്ന്? അതിനെക്കുറിച്ച് അറിയാവോ? അപ്പോൾ ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തവും ചുരുക്കവുമായ പാരഗ്രാഫ് ആയിരിക്കണം. അതായത് വ്യക്തതയാണ് ഔദ്യോഗിക കത്തിന്റെ പ്രധാന ഗുണം. എന്താണോ കത്തിലുള്ള ഔദ്യോഗിക കത്ത് അത് വ്യക്തവുമായിരിക്കണം, ചുരുക്കവുമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൊടുത്തവയിൽ തെറ്റായ ഔദ്യോഗിക പ്രയോഗം ഏത്? താഴെ കൊടുത്തവയിൽ തെറ്റായ ഔദ്യോഗിക പ്രയോഗം ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അത് തെറ്റായ ഔദ്യോഗിക പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്ന് സഹായിക്കണം. ഇത് അനൗപചാരിക പ്രയോഗമാണ് അല്ലെ. അങ്ങനെ ഒരിക്കലും ഔദ്യോഗിക പ്രയോഗത്തിൽ ഉപയോഗിക്കാറില്ല. ഒന്ന് സഹായിക്കണം, ഇത് അനൗപചാരിക പ്രയോഗമാണ്. അതാണ് തെറ്റായ ഔദ്യോഗിക പ്രയോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിൽ പേരെഴുതുമ്പോൾ ചേർക്കേണ്ടത്? ഔദ്യോഗിക കത്തിലൊക്കെ നമ്മൾ പേരെഴുതുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? ആർക്കൊക്കെ അറിയാം അതങ്ങനെ എന്താണ് ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ച്? ഔദ്യോഗിക കത്ത് എഴുതിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലെ. അല്ല, ആർക്ക് പുതുതായിട്ട് ഔദ്യോഗിക കത്ത് ഇനി എഴുതാൻ പോകുന്നവരോ അതിനെക്കുറിച്ച് അറിയാൻ പോകുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഔദ്യോഗിക കത്തിലെ പേരെഴുതുമ്പോൾ ചേർക്കേണ്ടത് എന്താണ് എന്ന്? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പദവി. അത് പ്രധാനമാണ് അല്ലെ. പേര് കൂടാതെ പദവിയും കൂടി രേഖപ്പെടുത്തണം. ഔദ്യോഗിക കത്തില് പേരെഴുതുമ്പോൾ എന്താണ്? അതിന്റെ പദവി കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിന്റെ മുഖലക്ഷ്യം എന്ത്? എന്താണ് ഔദ്യോഗിക കത്തിന്റെ മുഖലക്ഷ്യം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തമായ വിവരം അറിയിക്കല്. ഇപ്പോൾ ഔദ്യോഗിക കത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായ വിവരം അറിയിക്കലാണ്. ഔദ്യോഗിക കത്തിന്റെ ലക്ഷ്യം വ്യക്തതയാണ്. എന്ത് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒന്നാണ് ഔദ്യോഗിക കത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വ്യക്തതയാണ്, വ്യക്തത ഉണ്ടായിരിക്കണം. ഔദ്യോഗിക കത്തില് വ്യക്തത ഉണ്ടായിരിക്കണം, വ്യക്തമായ വിവരം അറിയിക്കലാണ്. ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാൽ പാസ്ചറൈസേഷന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, PHE, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? സെൻട്രിഫ്യൂജ്, ക്രീം സെപ്പറേറ്റർ. സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റർ ആണ്. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത്. പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ഹോമോജനൈസർ. ഹോമോജനൈസർ ആണ് കറക്റ്റ് ആൻസർ. പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത് എന്താണ്? ഹോമോജനൈസർ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ലാക്ടോമീറ്റർ ആണ് അല്ലെ, ലാക്ടോമീറ്റർ. പാൽ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ തണുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം. പാല് തണുപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? മിൽക്ക് കൂളർ അല്ലെങ്കിൽ ചില്ലർ ആണ് അല്ലെ. പാൽ തണുപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിൽക്ക് കൂളർ അല്ലെങ്കിൽ ചില്ലർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറിയിൽ പാൽ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു.
ഡയറിയിലൊക്കെ പാല് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ക്ലോറിൻ സംയുക്തങ്ങളാണ് അല്ലേ? ഡയറിയിലൊക്കെ പാല് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ സംയുക്തങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ സംഭരണ ടാങ്കുകളിൽ പാൽ കട്ട പിടിക്കാതെ ഇളക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ഈ പാലിന്റെ സംഭരണ ടാങ്കുകളിലൊക്കെ പാലൊക്കെ കട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, സ്റ്റിറർ. സ്റ്റിറർ എന്നാണ് അതിന്റെ പേര്. പാൽ സംഭരണ ടാങ്കുകളിൽ പാൽ കട്ട പിടിക്കാതെ ഇളക്കി വെക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റിറർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേര്. പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ടൈറ്ററബിൾ അസിഡിറ്റി ടെസ്റ്റ് അല്ലെ? പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേരാണ് ടൈറ്ററബിൾ അസിഡിറ്റി ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പാൽപ്പൊടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. പാൽപ്പൊടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയർ ആണ് പാൽപ്പൊടികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. പാൽപ്പൊടികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണമാണ് സ്പ്രേ ഡ്രയർ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം. പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പോളിത്തീൻ സീലിയാണ് കറക്റ്റ് ആൻസർ. പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് പോളിത്തീൻ സീലി. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെ സാന്ദ്രതയും അതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ സാന്ദ്രതയും അതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവും ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, തൈര് ഉണ്ടാക്കുന്നതിന് പാൽ നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? തൈര് ഉണ്ടാക്കുന്നതിന് പാല് നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ ആണ് തൈര് ഉണ്ടാക്കുന്നതിന് പാൽ നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഇൻക്യുബേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ കൊഴുപ്പിന്റെ ഒക്കെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട്. അത് ഏത് ഉപകരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഉപകരണമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ബുട്ടിറോമീറ്റർ. ബുട്ടിറോമീറ്റർ. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബുട്ടിറോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം. പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഇവാപ്പറേറ്റർ ആൻഡ് സ്പ്രേ ഡ്രയർ. ഇവാപ്പറേറ്റർ ആൻഡ് സ്പ്രേ ഡ്രയർ ആണ് പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും എത്ര? എത്ര പേർക്കറിയാം ഈ ചോദ്യത്തിന് ഉത്തരം? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ആണ് ഹൈ ടെമ്പറേച്ചറിൽ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും എത്രയാണ്? 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, CIP സിസ്റ്റം ആണ് അല്ലെ. CIP സിസ്റ്റം. ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് CIP സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനുള്ള MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി
MBRT ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന ലായനി എന്താണ് എന്ന് പലർക്കും അറിയാൻ സാധിക്കില്ല അല്ലേ. പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ പരിശോധിക്കുന്നതിനുള്ള MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ലായനി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആൻസർ. മെത്തിലീൻ ബ്ലൂ ആണല്ലേ. മെത്തിലീൻ ബ്ലൂ ആണ് പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിക്കുന്ന MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി. ഏതാണ്? മെത്തിലീൻ ബ്ലൂ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്ത്? പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ക്രീം സെപ്പറേറ്റർ ആണ് അല്ലേ. പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്താണ്? ക്രീം സെപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ അന്നജത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന പരിശോധന ഏതാണ്? പാലില് അന്നജത്തിന്റെ സാന്നിധ്യം ഒക്കെ കണ്ടെത്താൻ നടത്തുന്ന പരിശോധന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അയഡിൻ ടെസ്റ്റ് ആണല്ലേ. അയഡിൻ ടെസ്റ്റ് ആണ് പാലിൽ അന്നജത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന പരിശോധന. അയഡിൻ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതി. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതി. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. UHT. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതിയാണ് UHT. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.